ഞാനിതാ സ്ത്രീകളോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ആദ്യം മാപ്പ് ചോദിക്കണം ബിൽക്കിസ് ബാനുവിനോടാണ്. ബിൽക്കിസ് ബാനുവിനോടാണ് ആദ്യം മാപ്പ് ചോദിക്കേണ്ടത്. ഈ പ്രതികൾ, ഈ ബിൽക്കിസ് ബാനുവിനെ പീഡിപ്പിച്ച ആ പ്രതികൾ ഗുജറാത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവരെ സ്വീകരിച്ച ഒരു രാഷ്ട്രീയത്തിൻ്റെ വക്താവല്ലേ മോദി? നമ്മൾ കാണാതിരുന്നുകൂടാ. തന്നെയല്ല, വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ചാമ്പ്യന്മാരായിരുന്നില്ലേ? ഈ ബ്രിജ് ഭൂഷണെ പോലെയുള്ള ആളുകൾ എത്രയോ പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചത്. 6-7 പെൺകുട്ടികളെ പീഡിപ്പിച്ചില്ലേ? ആ പെൺകുട്ടികളോടല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയേണ്ടത്? ഉന്നാവോ കേസ് പീഡിതയായ പെൺകുട്ടി, ആ പിതാവിനെ, അവരുടെ കുടുംബത്തുള്ള ആളുകളെ എല്ലാം നിഷ്കരുണം കൊന്നുകളഞ്ഞില്ലേ ഇവർ? ആ പെൺകുട്ടിയോടല്ലേ ഇവർ മാപ്പ് പറയേണ്ടത്? അതുപോലെ വടക്കേ ഇന്ത്യയിൽ ഒരു മുസ്ലിം പെൺകുട്ടി ക്ഷേത്രത്തിൽ വെച്ചല്ലേ ആ പെൺകുട്ടിയെ മൃഗീയമായിട്ട് കൊന്നുകളഞ്ഞത്, പീഡിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിയോട് മാപ്പ് പറയാത്തത്? ഇങ്ങനെ ജാതി കൊലയാളികൾ, ജാതി ക്രൂരന്മാർ, നിഷ്ഠൂരന്മാരായ ഹിന്ദുത്വവാദികൾ കൊന്നുകളഞ്ഞ പെൺകുട്ടികളോടും അവരുടെ കുടുംബത്തോടുമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ആദ്യം മാപ്പ് ചോദിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇപ്പോൾ നടക്കുന്ന ഈ മാപ്പ് നാടകം ഇന്ത്യൻ സമൂഹം തിരിച്ചറിയും. തീർച്ചയായിട്ടും ഈ മാപ്പ് നാടകം എല്ലാവരും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം നിരന്തരം കൊണ്ടുവരുന്ന എല്ലാ ഭേദഗതികളും, അത് IT നിയമമായിക്കോട്ടെ, ഭാരതീയ ന്യായ സംഹിത ആയിക്കോട്ടെ, ഇതെല്ലാം ഇവർ വിദേശ നയങ്ങൾക്കെതിരാണെന്നാണ് പറയുന്നത്. ജാക്വൽ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ പണ്ഡിതൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തെപ്പറ്റി ആഴത്തിൽ പഠിച്ചിട്ടുള്ള അദ്ദേഹം സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഹിന്ദുത്വവാദികളുടെ കാക്കി ഇന്ത്യൻ ആയിരിക്കാം, പക്ഷേ അവരുടെ ആശയവും അനുഷ്ഠാനവും യൂറോപ്യനാണെന്നാണ്. ഇവരെല്ലാ അർത്ഥത്തിലും അവർക്കെതിരാണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഈ സൈന്യ സമ്പ്രദായം ഇവർ എവിടെ നിന്ന് പഠിച്ചതാണ്? അത് മുസോളിനിൽ നിന്ന് പഠിച്ചതാണ്, ഹിറ്റ്ലറിൽ നിന്ന് പഠിച്ചതാണ്. ഇവരുടെ സൈദ്ധാന്തികന്മാർ അവിടെ പോയിട്ടല്ലേ ഈ രീതിയിലുള്ള സംവിധാനം ഇവിടെ കൊണ്ടുവന്നത്. ആരാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിൽ VD സവർക്കർ എഴുതുന്നുണ്ട്. 3 സവിശേഷതകളുള്ളവരായിട്ടാണ് ഹിന്ദുവിനെ VD സവർക്കർ അടയാളപ്പെടുത്തുന്നത്. അതിലൊന്ന്, അത് ഇവിടെ ജനിച്ചവരായിരിക്കണം. 2 എന്ന് പറയുന്നത് സംസ്കൃത കൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണമെന്നാണ്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് സംസ്കൃത കൾച്ചറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ഇങ്ങനെ ഉള്ള വളരെ വിചിത്രമായ ആശയങ്ങളുടെ സംസ്ഥാപകരും പ്രോദ്ഘാടകരും അതിൻ്റെ പ്രോക്താക്കളുമായിട്ടാണ് ഹിന്ദുത്വ ദേശീയവാദികൾ നടക്കുന്നത്. പശുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് എന്തുമാത്രം ആളുകളെ, മുസ്ലിങ്ങളെയും ദളിതരെയും തല്ലിക്കൊല്ലുന്നൊരു നാടാണ് ഇന്ത്യ. അതിനെതിരെ എപ്പോഴെങ്കിലും നരേന്ദ്രമോദി വിലപിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നൊരു നയമല്ലേ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്? ഒരു മുസ്ലിം പള്ളി തകർത്ത് കളഞ്ഞിട്ടല്ലേ ഇപ്പോൾ അവിടെ ശ്രീരാമക്ഷേത്രം പടുത്തുയർത്തിയിട്ടുള്ളത്? ആദ്യം ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളോടല്ലേ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി മാപ്പ് ചോദിക്കേണ്ടത്? ഹിന്ദുത്വവാദികളെ കൊല്ലപ്പെട്ട ഗുജറാത്തിലെ നിരവധി സ്ത്രീകളുണ്ടല്ലോ, പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുണ്ടല്ലോ, വംശീയ കൊലപാതകത്തിന് ഇരയായ സ്ത്രീകളുണ്ടല്ലോ, അവരോടല്ലേ ഇന്ത്യയിലെ പ്രധാനമന്ത്രി മാപ്പ് ചോദിക്കേണ്ടത്? അപ്പോൾ അവരോടൊന്നും മാപ്പ് ചോദിക്കാതെ വനിതാ സംവരണ ബില്ലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മണ്ഡലപുനഃക്രമീകരണം നടത്തി രാജ്യം മുഴുവൻ കീഴടക്കാനും ഉത്തരേന്ത്യയുടെ കോളനിയാക്കാനുമുള്ള ശ്രമങ്ങളെ പ്രതിപക്ഷം പരാജയപ്പെടുത്തിയതിൻ്റെ ക്ഷീണത്തിലാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി മാപ്പ് നാടകം നടത്തിയിരിക്കുന്നത്.